ഹലോ ഗായ്സ്, വെൽക്കം ടു ലണ്ടൻ മലയാളീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സെൻറ്റ് മൈക്കിൾസ് കാസിൽ കാണാനാണ് വന്നിരിക്കുന്നത്. ഇത് കടലിൽ നടുക്കാനുള്ളത്. ലോ ടൈഡ് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഹൈ ടൈഡ് ആയാൽ ഇതായിരിക്കും സിറ്റുവേഷൻ. ഇന്നലെ ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് ഈ കാസിൽ കാണാൻ വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഈ ആരോമാർക്ക് കാണിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ ടൈഡ് വന്നാൽ നമുക്ക് ഈ സൈഡിലേക്ക് വരാൻ പറ്റില്ല. ബോട്ടിൽ വേണം ഇതിലേക്ക് പോകണമെങ്കിൽ. ഇത് അടിപൊളി കാസിലായിരിക്കും തോന്നുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് കണ്ടാലോ? ഇതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. ഇന്നലെ ഞാൻ കണ്ട സെയിം സ്ഥലമാണ് ഇതെന്ന്. ഇന്ന് ലോ ടൈഡ് പറഞ്ഞേക്കുന്നത് ഏകദേശം 4 hours ആണ്. അതിനു മുന്നേ നമ്മൾ കാസിൽ കണ്ട് തിരിച്ചു വരണം. അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക്. ഇവിടെ ആളുകളൊക്കെ പറഞ്ഞത് ഇവിടെ കുറേ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ടെന്നാണ്. ഡ്രാക്കുള ഫിലിമില്ലേ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത്. UK പറഞ്ഞവർ വളരെ റെയറായിട്ട് മാത്രമാണ് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാറുള്ളത്. കാരണം ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്ന് അധികം ആർക്കൊന്നും അറിയില്ല. ഇതിൽ കൂടി നടക്കാനില്ലേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഏകദേശം 20 minutes നടന്ന് നമ്മൾ അവസാനം എത്തി കേട്ടോ. Hello, young lady. How are you? I'm fine. You're free. I'm fine. No, see, I'm fine. Is this yours? Yeah, Is it fun? yeah. Is it? Do you prefer it if mummy or daddy pushes? Is mummy better at pushing? Yeah. Is she? എല്ലാത്തിനും പിന്നിൽ ഒരു കഥ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഈ കാസലിനുണ്ട് ഒരു കഥ അല്ല കേട്ടോ, ഒരുപാട് കഥകളുണ്ട്. അതിലൊരു കഥ സെന്റ് മൈക്കിൾ ഈ മലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഇതിലെ ഫിഷിങ്ങിന് പോയ ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു കഥ. വേറൊരു കഥ, ഇവിടുത്തെ കിങ്ങിന് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായിട്ട് പ്രിൻസിന്റെ ബർത്ത്ഡേക്ക് ഈ സ്ഥലത്ത് ഒരു കാസൽ പണിത് ഗിഫ്റ്റായിട്ട് കൊടുത്തെന്ന് അടുത്ത കഥ. പിന്നെ ഒരു പ്രേതക്കഥ ഉണ്ട്. അത് പറയാനായിട്ട് എനിക്ക് പേടിയായതുകൊണ്ട് നമുക്ക് ഈ കഥകളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാസലിനകത്തേക്ക് കയറാം. ഇവിടുത്തെ ഗൈഡ് അടുത്ത് ചോദിച്ചപ്പോൾ ഒരു 3-4 കഥ പറഞ്ഞു തന്നോട്ടോ. സെൻറ്റ് മൈക്കിൾ കാസിലുള്ളത് UK കോൺവാളിലാണ്. ഇവിടുത്തെ ആളുകളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഫ്ലാഗൊക്കെ ഉണ്ട്. UK ഫ്ലാഗ് കൂടാതെ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഗാണ് ഇവർ സ്വന്തമായിട്ടുള്ള ഫ്ലാഗ്. അങ്ങനെ നമ്മൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഇനി നമുക്ക് കാസലിനകത്തേക്ക് കയറാം. ഞാൻ നല്ല വലിയൊരു ഹാളായിരിക്കും എന്ന് വിചാരിച്ചൊക്കെ കഴിഞ്ഞത്. പക്ഷെ ഇതൊരു ചെറിയ റൂമാണ്. എനിക്ക് തോന്നുന്നത് കിങ് ഒരു മലയാളി ആയിരുന്നാണ്. പഴശ്ശിരാജാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കിങ്. എല്ലാത്തിനും ഒരു മലയാളി ടച്ച് ഉണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ച്, സോറി ഗായ്സ്, കിങ് UK കാരനാണ്, മലയാളിയല്ല. ഇവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇവിടുത്തെ കിങ് ആയിരുന്നിരിക്കാം. ഈ ഫോട്ടോയിൽ കാണാൻ ആരെയും എന്താണെന്നോ ഒന്നും മനസ്സിലാവില്ല. കാരണം ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവരുടെ പേരോ എന്താ ഇവരുടെ പൊസിഷനോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഇവിടെ വരണതിന് മുന്നേ എൻ്റെ വിചാരം കാസലും പാലസും ഒന്നാണെന്നാണ്. പക്ഷേ ഇവിടുത്തെ ആളുകളാണ് പറഞ്ഞു തന്നത് കാസൽ എന്ന് പറഞ്ഞാൽ കിങ് ടെമ്പററി ആയിട്ട് താമസിക്കാനായിട്ട് പണിതിടനാണ്. പാലസ് എന്ന് പറഞ്ഞാൽ അത്യാഡംബര സൗകര്യങ്ങളോട് കൂടെ കിങ്ങിന് ഫുൾ ടൈം താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കണതും. അപ്പോൾ കാസിൽ ചുമ്മാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒളിത്താവളമായിട്ടെല്ലാം പോവില്ലേ, അതാണ് കാസൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് അത്ര വലിയ ആഡംബരമൊന്നും അല്ലാതെ ജസ്റ്റ് ഒരു മിനിമം ഇതിൽ പണിതേക്കണത്. നിങ്ങൾ അത് നോക്കി, നമ്മൾ വന്ന വഴിയാണത്. ഇപ്പോൾ വെള്ളം കുറേ കയറിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ആ സൈഡിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. കടൽ കുറേ ദൂരെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 1 hour കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വന്നിട്ട്. ഹൈ ടൈഡ് ആവാൻ ഇനി 3 hours ഉള്ളൂ. അതിക്ക് മുന്നേ നമ്മൾ കാസൽ കണ്ട് വീട്ടിൽ പോകണം. ഇതാണ് ഇവിടുത്തെ ഫേമസ് സെൻറ്റ് മൈക്കിൾ ചർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ കഥയില്ലേ, ഇവിടെ സെൻറ്റ് മൈക്കിൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങനെ അവർ പണിത ചർച്ചാണിത്. അത്ഭുതങ്ങളൊക്കെ നടക്കാറുള്ള നല്ല ഫേമസ് ചർച്ചാണിത്. പള്ളിയിലിരുന്ന് കുറച്ചു നേരം സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ നോക്കി, ഫുൾ കടലാണ്. വന്ന വഴി ഏതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഇന്ന് മിക്കവാറും നമ്മൾ ഈ കാസിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഓൾറെഡി 200 കൂടുതൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. മിക്കവാറും നമ്മൾ ഇന്ന് അവരുടെ കൂടെ ആയിരിക്കും. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഗാർഡൻ കാണാതെ പോണത് മോശമല്ലേ?
അതോടെ കണ്ടിട്ട് പോവാം. ഇതാണ് ഗാർഡൻ എൻട്രൻസ്. നമ്മൾ വന്നപ്പോൾ കണ്ട സ്ഥലമല്ല കേട്ടോ ഇത്. വന്നപ്പോൾ ദേ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഫുൾ കടൽ കയറി. നമ്മൾ എന്നെ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ടും അവർ നമുക്ക് ബോട്ട് അറേഞ്ച് ചെയ്ത് തന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ സെൻറ്റ് മൈക്കിൾ കാസിനോട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. നമ്മൾ നടന്നു വന്ന സ്ഥലമൊന്നും ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സ്ഥലമൊന്നും ഇപ്പോൾ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാസിൽ നമുക്ക്.